അങ്ങനെ നമുക്കും കിട്ടിയതാണ്ട് നല്ല സുന്ദരമായ ഒരു സിൽവർ പ്ലേ ബട്ടൺ അല്ലേ. താണ്ടെ ഇന്ന് വന്ന് സെറ്റാക്കി താണ്ടെ യൂട്യൂബുകാർ അയച്ചത് നല്ല അടിപൊളി ഒരു സാധനമാണ്. ഇതിനകത്ത് എന്തുവാ കാര്യമൊന്നും അറിയത്തില്ല, പലരും അൺബോക്സ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് നിങ്ങൾക്ക് കൂടിയുള്ളതാണ്, നമുക്ക് മാത്രമല്ല. നിങ്ങൾ കണ്ട് 1,00,000 പേര് ആയപ്പം അവർ അയച്ചു തന്ന താണ്ടെ നിങ്ങൾക്കും കൂടെ ആയിട്ടുള്ള സിൽവർ പ്ലേ ബട്ടൺ ആണ്. ഇത് നമ്മള് താണ്ടെ കുമാർ നേഴ്സറി താണ്ടെ തലവാ താണ്ടെ ഇതങ്ങോട്ട് പിടിച്ചേ താണ്ടെ പ്ലേ ബട്ടൺ. ഓക്കെ പീലീസേ അച്ഛാ, ഇതാണ് സിൽവർ പ്ലേ ബട്ടൺ. ഇത് നമുക്ക് പതുക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒന്നാണ്. കേട്ടില്ല വെട്ടാലോ മമ്മട്ടി ഇരിപ്പുണ്ട്. ഇത് നോക്കിയേ. അന്നേരം നമ്മൾ വേണ്ട വെച്ചാ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഐശ്വര്യമായിട്ട് അവരെ ഒന്ന് കാണിച്ചേ. എല്ലാരും നിങ്ങൾക്കും കൂടെ ഉള്ളതാ അല്ലേ ചാ. ഇതാണ്ട് ആദ്യമേ ഒരു ബ്ലാക്ക് പേപ്പർ വന്നിട്ടുണ്ട്. ഇതാണ്ട് അന്നേരം അത് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിയുമ്പോഴത്തേക്ക് കൺഗ്രാജുലേഷൻ ഇതാണ്ട് ഒരു പേപ്പർ താണ്ടെ. അതേപോലെ തന്നെ ഫസ്റ്റ് സബ്സ്ക്രൈബർ താണ്ടെ. ആദ്യത്തെ സബ്സ്ക്രൈബറിനെ അറിയാവോ, 100ാമത്തെ സബ്സ്ക്രൈബറിനെ അറിയാവോ, 1000ാമത്തെ അതായത് സബ്സ്ക്രൈബറിനെ അറിയാമോ, 1,00,000 സബ്സ്ക്രൈബറിനെ അറിയാമോ? താണ്ടെ ഇതാണ് നമ്മളെ പ്ലേ ബട്ടൺ വന്നേക്കുന്നത്. താണ്ടെ പിന്നെ ഇതിനകത്ത് ഒന്ന് കാണിച്ചാലേ, എല്ലാവരും ഒന്ന് കാണിച്ചാലേ. കുമാർ നേഴ്സറി 1,00,000 സബ്സ്ക്രൈബേഴ്സ്. കുമാർ നേഴ്സറി 1,00,000 സബ്സ്ക്രൈബേഴ്സ്. Recognize your team. Share your recognition by allowing your team to purchase a personalized creator award. Okay. അന്നേരം താണ്ടെ നല്ല കിടിലമായിട്ട് വളരെ സന്തോഷം എല്ലാവർക്കും. ഇത് നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്. അന്നേരം ഇത് നമ്മളെ നേഴ്സറിയുടെ ഫ്രണ്ടിൽ തന്നെ ഇത് നമ്മള് വെക്കാൻ പോവാ. താണ്ടെ കവർ ചെയ്യുന്നത് ഇളക്കണം എന്ന് പിടിച്ച. ഓക്കെ താണ്ടെ കവർ ചെയ്യുന്നത് ഇളക്കാൻ പോവാണേ. ആണ്ടെ സാധനം നോക്കിയേ, കൊള്ളാം കേട്ടാ, അടിപൊളി. ഇത് പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ, 1,00,000 സബ്സ്ക്രൈബേഴ്സ്, ബാക്കിൽ 2 ഹോള് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഹോളുണ്ട്. ആണ്ടെ ഓക്കെ. ഇത് നിങ്ങൾക്ക് കൂടി ആവശ്യമിട്ടില്ല. താണ്ടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും നമ്മളിത് തൂക്കാം. ഓക്കെ. ഈ പുരസ്കാരം ഞങ്ങൾക്ക് നൽകി ആദരിച്ചതിനും നിങ്ങൾ ഞങ്ങളോട് കാണിച്ചത് ഞങ്ങളോട് നിന്ന് സ്നേഹത്തോടുകൂടി പെരുമാറിയ ജനങ്ങൾക്കും ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും നേരുന്നു. അതേ ഉള്ളു. പീലീസേ എന്നാ കയ്യിൽ പിടിച്ചോ. വാ. ഓ അയ്യ അവക്ക് നാണം. ഓക്കെ എന്നാ ദാണ്ടല്ലോ ഇതാണ് സാധനം, സിൽവർ പ്ലേ ബട്ടൺ. ഇന്ന് വന്ന ഒരു ലോഡ് അടാറ് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ. ഏതാണ്ട് ജൂലൈ 3-ാം തീയതി ഇന്ന് വെളുപ്പിനെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടതിന് ശേഷമാണ് നമ്മളിപ്പം ഈ വീഡിയോ ഇടുന്നത്. ദൂരെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പ്ലാന്റാണ്. അന്നേരം എത്ര ദിവസമായിരുന്നു വേണ്ടേ? 2 ദിവസം കൊണ്ട് അതിൻ്റെ പുറകെ ആ ഒരു ലോഡ് എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ പോയതിന് ശേഷമാണ് വന്നേക്കുന്നത്. അന്നേരം നല്ല പ്ലാന്റ്, ഉഷാറ് പ്ലാന്റ്. വന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ വേണ്ടി നല്ല കിടുക്കാച്ചി റംബൂട്ടാനാവട്ടെ, മാംഗോഷിനാവട്ടെ, റംബൂട്ടാൻ്റെ ചെറിയ തൈ ആവട്ടെ, അതാവട്ടെ മാംഗോഷിൻ്റെ ഒരു എന്താ പറയുക നല്ല അടിപൊളി K100 വെറൈറ്റി മാംഗോഷിൻ്റെ തൈ. അങ്ങനെ ഒരുപാട് പ്ലാന്റ്. അബിയു, സപ്പോട്ട, അതേപോലെ കോട്ടുകോണം, ചെങ്കവരിക്ക മാവ്, മല്ലിക മാവ്, അതേപോലെ തന്നെ നല്ല കിടിലം വെറൈറ്റി മൽഗോവ, അൽഫോൺസ, അങ്ങനെ കുറേ വെറൈറ്റി മാവുകൾ, ഫുൾ സൈസ് മാവുകൾ, മീഡിയം സൈസ് മാവുകൾ, അതേപോലെ തന്നെ ചെറിയ സൈസ് നമ്മളുണ്ടാക്കിയ മാവുകൾ കണ്ടതല്ലേ. ഏകദേശം നമ്മളാ ഒരു സൈസ് നോക്കി ഒരു രക്ഷയില്ല. നല്ല അടിപൊളി മാവെന്ന് പറഞ്ഞാൽ പോരാ, നല്ല കിട്ടിലം മാവുകൾ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ആശ്രമ മൈതാനത്ത് ഒരു 11 മണി 12 മണി കഴിയുമ്പോഴത്തേക്ക് ലോഡ് ഇറങ്ങി കഴിയും. അന്നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാം. അതേപോലെ തന്നെ പീരങ്കി മൈതാനത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ നേഴ്സറിയിലും അതേപോലെ തന്നെ രണ്ടാംകുറ്റി നേഴ്സറിയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. സുന്ദരമായ പ്ലാന്റുകൾ പാരിപ്പള്ളിയിലേക്ക് നാളെ വൈകുന്നേരത്തിനകത്ത് പാരിപ്പള്ളിയിലും ലോഡ് വരും. നല്ല എടുത്തു വെച്ചേക്കുന്ന പ്ലാന്റ്, നല്ല കലപ്പാടി മാവെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നി കണ്ണ് വയ്ക്കും. അതേപോലെ J33 പ്ലാവ്, അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എർലി വലിയ ഹെവി സൈസ് പ്ലാവ്, അതേപോലെ തന്നെ നാണ്ട് J33 ഒക്കെ കയറുന്ന ഒരു രക്ഷയില്ല.
നല്ല അടിപൊളി J33യും അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്ലാന്റുകളെല്ലാം ഇറക്കി സെറ്റാവും. അന്നേരം സമയം പോലെ വരിക. അതേപോലെ തന്നെ ബുഷ് ഓറഞ്ചാന്ന് തോന്നുന്നു, ബുഷ് ഓറഞ്ച്, അതേപോലെ തന്നെ ചൈന ഡോൾ എടുക്കാനായിട്ട് പറ്റിയില്ല. കാര്യം വണ്ടിക്കകത്ത് അമ്മാതിരി സ്ഥലമില്ലാത്ത കണക്കായിപ്പോയി. വലിയ കുടംപുളി, നല്ല ഹെവി സൈസ്, നല്ല കിട്ടെല്ലാം കുടംപുളി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. രാത്രി കൊണ്ടുവന്ന്, രാത്രിയല്ല വെളുപ്പിനെ കൊണ്ടുവന്ന്, രാത്രി എന്ന് പറഞ്ഞല്ല വെളുപ്പിനെ കൊണ്ടുവന്ന് നമ്മുടെ നഴ്സറിയിൽ ആശ്രാമ മൈതാനത്ത് നമ്മളിപ്പം വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാവരും കൂടെ വന്ന്, കുറേ ആൾ വേണം അത് ഇറക്കാനായിട്ട്. അന്നേരം ഫുൾ വീഡിയോ ഇറക്കിയതിന് ശേഷം ഇടും. താണ്ടെ ഫുള്ള് ലോഡ്, ഒരു ലോറി നിറച്ച് ചെടി, ഒരു രക്ഷയില്ല. വലിയ മാവ് പത്തനംതിട്ടയിലേക്ക്. ഓക്കെ, എന്റെ തലമുറയ്ക്ക് കഴിക്കാൻ. അതെ, വരും തലമുറയ്ക്കല്ല. ഇല്ലേ, നമ്മൾ പണ്ട് വെച്ചത് നമ്മൾ അനുഭവിക്കുന്നത്, ശരിയാ, നമ്മൾ വെക്കുന്നത് ഇനി വരുന്ന തലമുറ. അങ്ങനെ നമ്മൾ നല്ലൊരു കുഴിയെടുത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത്, ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ടിട്ട് പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല സുന്ദരമായ ഒരു വലിയ കുഴി എടുക്കുകയാണ്. നമുക്കിതിനകത്ത് പ്ലാന്റുകൾ വെക്കാനുണ്ട്, അബിയു പ്ലാന്റ് വെക്കാനുണ്ട്, അതേപോലെ തന്നെ ലോങ്കാം പ്ലാന്റ് വെക്കാനുണ്ട്, കുറച്ച് മാവും ഉണ്ട്. അതേപോലെ ഈ കാണുന്നത് നമ്മളെ K100 എന്ന് പറഞ്ഞ വെറൈറ്റി മാംഗസ്റ്റിൻ പഴത്തിൻ്റെ തൈയാണ്. നല്ല ഉഷാറായിട്ട് ദാണ്ട് ഏകദേശം ഒരു 5.5 അടി പൊക്കം, 6 അടി പൊക്കത്തോളമുള്ള വലിയ മാംഗസ്റ്റിൻ പഴം, നല്ല തട്ട് 1, 2, 3, 4 തട്ടൊക്കെയുള്ള വലിയ മാംഗസ്റ്റിൻ പഴത്തിൻ്റെ തയ്യ്. ഒരു 2.5 കൊല്ലം 3 കൊല്ലമൊക്കെ കൊണ്ട് കായ്ച്ച് കിട്ടുന്ന നല്ല സുന്ദരമായ പ്ലാന്റ്. ചെറിയ പ്ലാന്റല്ല, അതിന് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഊന്ന് കൊടുത്ത് നമ്മൾ അതിനകത്തോട്ട് വെച്ച് കെട്ടി സെറ്റാക്കി നിർത്തുകയാണ്. അതേപോലെ തന്നെ നല്ലൊരു തടമൊക്കെ ഒരുക്കി സെറ്റാക്കിയിട്ട് വേണം പ്ലാന്റ് വെക്കാനായിട്ട്. അഥവാ നമ്മൾ കൊടുക്കുന്ന വളം ആ പോച്ച എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് ഈ കാണുന്ന ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അന്നേരം താണ്ട് നമ്മളെ വലിയൊരു മാംഗോസിനൊക്കെ ഇട്ട് താണ്ട് വളമൊക്കെ ഇട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ട് ഇട്ട് വേണം പ്ലാന്റ് നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട്. അന്നേരം 2 അടി സ്ക്വയർ കുഴി, 1.5 അടി താഴ്ച, അതിനകത്ത് ഒരു ചെറിയ പിള്ളക്കുഴിയൊക്കെ എടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ള വലിയ മാവായാലും പ്ലാവായാലും ഒക്കെ നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട്. അതുപോലെ ബഡ് മാക്സിമം നമുക്ക് കാണത്തക്ക രീതിയിൽ വയ്ക്കുക. അതിന് എവിടെ നിന്നാണ് ഇതിൻ്റെ കിളിയിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ എവിടെ നിന്നാണ് കിളിയിൽ വരുന്ന പുതിയ ഷൂട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബഡ് മേളിൽ നമുക്ക് കാണത്തക്ക രീതിയിൽ പ്ലാന്റ് ചെയ്യണം എന്ന് പറയുന്നത്. അന്നേരം അതും കൂടെയൊക്കെ ഒന്നിട്ട് വളമൊക്കെ അങ്ങോട്ട് ഇട്ട് സെറ്റാക്കിയിട്ട് അതിനെ ഒന്ന് എന്താ പറയുക, ഒരു തടം പോലെ ഒരുക്കി വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒന്നാക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിന് ആദായം എടുത്ത് തുടങ്ങാനായിട്ട് സാധിക്കും. അന്നേരം ഇതേപോലുള്ള നല്ല ഒരുപാട് പ്ലാന്റുകളുണ്ടെന്നുണ്ട്. നല്ല കോട്ടുകോണം മാവ് ഇരിക്കുന്ന ഇരിപ്പുണ്ടാകും. നല്ല സുന്ദരമായ കോട്ടുകോണം മാവ്, J33 പ്ലാവ്, ഡങ്സൂര്യ പ്ലാവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് നമ്മളിപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നോക്കി ചെയ്തു തരാനായിട്ട് സാധിക്കും. അന്നേരം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ കൂട്ടുകോണം മാവ്, അതിനകത്ത് നല്ലപോലെ വളമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് കവർ കീറി വളർത്തി വലുതാക്കിയ പ്ലാന്റ്, ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 2-2.5 കൊല്ലം 3 കൊല്ലം പഴക്കമുള്ള പ്ലാന്റ് വെച്ച് സൈഡ് അരിഞ്ഞ് അത് തടവാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം പത്തനംതിട്ടയിൽ വലിയ മാവും അതേപോലെ തന്നെ മാംഗസ്റ്റിൻ പഴവും എല്ലാം കൊടുക്കാൻ വേണ്ടി ആൻറ്റിയുടെ വീട്ടിലോട്ട് വന്നതാണ്. ആൻറ്റി, ഇതെവിടാ സ്ഥലം എന്ന് പറഞ്ഞേ? ഇത് മൈലപ്ര, പത്തനംതിട്ടയില്. പത്തനംതിട്ടയിൽ നിന്ന് 3 കിലോമീറ്റർ മൈലപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ മാവ് എങ്ങനെയുണ്ട്? മാവ് അടിപൊളി. ഇത്ര പൊക്കമുള്ള മാവ് അപ്പൊ ഇത്രയും ദൂരെ നിന്ന് കൊണ്ടുവരുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. ഓവറായിട്ട് കടന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഇത്രയും ഈ ഒരു ഇത് തന്നെ ഏകദേശം ഒരു 10 അടിയാ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി, 8 അടിയാ. പക്ഷെ അന്നേരം ഇത് കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആയിട്ട് ഇപ്പൊ ഓൾറെഡി തന്നെ ഇത്രത്തോളം കവരമുണ്ട്. പ്ലാന്റ് ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലോ. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് മാംഗസ്റ്റിൻ വെക്കാനുണ്ട്. കുഴി എടുത്തോണ്ടിരിക്കുന്നു. കുഴി എടുത്ത് ഈ പ്ലാൻ നമുക്ക് അതിനകത്തൊന്ന് പ്ലാന്റ് ചെയ്യാം. വളമൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് 3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സ് കിട്ടണം. ഉറപ്പ്. 100%. കാര്യം പറഞ്ഞാൽ ഇത് കായ്ച്ച് കഴിഞ്ഞിട്ടുള്ള മാവ. മാത്രമല്ല ഏകദേശം ഒരു തടി ഉണ്ടല്ലേ, ഏകദേശം ഒരു 2.5 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ മാവായത്. അപ്പൊ അന്നേരത്തേക്ക് ഞങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം. 100%. ഇത് നാളേക്ക് വേണ്ടിട്ട് നമുക്ക് വരും തലമുറ വെക്കാൻ പറ്റുന്ന സാധനം. വരും തലമുറയെ അവര് കായ്ച്ചു കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം.